ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടി. വികസിത ഭാരതത്തിനായി അടുത്ത 25 വർഷം മുന്നിൽ കണ്ടുള്ളതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. ലോകമെമ്പാടുമുള്ള പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ സർവീസസ് റെയിൽവേസുമായി ഏറ്റുമുട്ടുന്നു. 2ാം സെമിയിൽ കേരളം പഞ്ചാബിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ബഹളം രൂക്ഷമായതോടെ സഭ 12 മണിവരെ നിർത്തിവച്ചു. വീണ്ടും സമ്മേളിച്ചപ്പോഴും സമാന രീതി പിന്തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബാനറുകളും മുദ്രാവാക്യം വിളികളുമായി ഡയസിനു മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി സഭ രാവിലെ തന്നെ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യോത്തരവേള റദ്ദാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ശബരിമല പ്രശ്നത്തിൽ സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള സമരം തുടരുകയാണെന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തുവരികയാണ്. കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത്. സഭാ അധ്യക്ഷനെ തെരുവിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല. ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത്. നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തരവേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. ഇതേസമയം പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ മുദ്രാവാക്യം വിളികളും ധർണയും നടത്തി. ഉപധനാഭ്യർത്ഥനകൾ അംഗീകരിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി 10 മണിക്ക് മുൻപേ തന്നെ സഭ പിരിയുകയും ചെയ്തു. ഇനി ഫെബ്രുവരി 23-നാണ് വീണ്ടും സമ്മേളിക്കുന്നത്. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ NSSന് നൽകിയിട്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് സമാനമായ മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചട്ടം 300 അനുസരിച്ച് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റ് അധ്യാപകരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുക എന്നതാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി നാളെ. പരിപാടി കാണാൻ പൌരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസിലും ജാമ്യം ലഭിച്ചതോടെ പോറ്റി ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷക സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് പോറ്റിക്ക് ലഭിച്ചത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടി. തന്ത്രി പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ M. മുരളി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20 വർഷം മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു.
സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. M. മുരളിയുടെ ഭൌതിക ശരീരം KPCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. മുൻ മുഖ്യമന്ത്രി AK ആന്റണി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ത്യോപചാരം അർപ്പിച്ചു. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ലോക പൈതൃക കലകൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടോടി കലാരൂപങ്ങൾ, കേരളത്തിന്റെ തനതു നാടൻ കലകൾ എന്നിവയെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് മേളയുടെ പ്രധാന ലക്ഷ്യം. വൈകുന്നേരം തൈക്കാട് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. PK കാളൻ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസിത ഭാരതത്തിനായി അടുത്ത 25 വർഷങ്ങൾ മുന്നിൽ കണ്ടുള്ളതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ യുവതലമുറയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന അക്ഷരം ആരോഗ്യം പരിപാടിക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതാണ് അക്ഷരം ആരോഗ്യം പരിപാടി. അക്ഷരം ആരോഗ്യം പരിപാടി വഴി പരിശോധന നടത്തിയ കുട്ടികൾക്ക് ഹെൽത്ത് കാർഡ് നൽകും. എല്ലാ സ്കൂളുകളിലും ഹെൽത്ത് അസംബ്ലി, ഹെൽത്ത് കോർണർ ഉണ്ടായിരിക്കും. ഓരോ സ്കൂളിലും ഹെൽത്ത് മെന്റർമാരായി അധ്യാപകരെ തെരഞ്ഞെടുക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്യും. ഈ അധ്യാപകർ കുട്ടികൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസം നൽകും. അടിയന്തര ഘട്ടങ്ങളിൽ പ്രാഥമിക രക്ഷാസഹായം നൽകുന്നതിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഘട്ടം ഘട്ടമായി പരിശീലിപ്പിക്കും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 19,021 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതിൽ 2,510 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 989 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരും 15,522 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഈ മാസം 12-നകം സംസ്ഥാനത്തുടനീളം ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാര ഭൂപടത്തിൽ ലോകശ്രദ്ധ നേടിയ വാഗമണിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണതോതിൽ സജ്ജീകരിച്ചിട്ടില്ല. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്തത് പ്രദേശവാസികളെയും സഞ്ചാരികളെയും ദുരിതത്തിലാക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലവിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ ടൗണിലെ ഇടുങ്ങിയ റോഡിലാണ് തിരിക്കുന്നത്. റോഡരികിലെ അനധികൃത പാർക്കിംഗ് കൂടി ചേരുന്നതോടെ വാഗമൺ ടൗൺ പൂർണ്ണമായും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ്. ഏറ്റവും ഒടുവിൽ വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാത്തതിനാൽ റവന്യൂ വകുപ്പ് പണി തടയുകയായിരുന്നു. അനുവദിച്ചതിലും കൂടുതൽ സ്ഥലത്ത് മണ്ണെടുത്തതും നടപടിക്രമങ്ങളിലെ പാളിച്ചയും പദ്ധതിക്ക് തിരിച്ചടിയായി. 2017 മുതൽ പലതവണ ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും ഭൂമി തർക്കവും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കാരണം നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ സർവീസസ് റെയിൽവേസുമായി ഏറ്റുമുട്ടുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന രണ്ടാം സെമിയിൽ കേരളം പഞ്ചാബിനെ നേരിടും. അസമിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. വഡോദരയിൽ രാത്രി 7:30 ആരംഭിക്കുന്ന ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ബംഗളൂരുവിന് ഇത് രണ്ടാമത്തെ ഫൈനലാണ്. അതേസമയം കന്നി കിരീടം തേടിയാണ് ഡൽഹി ഇന്നിറങ്ങുന്നത്. മാധ്യമപ്രവർത്തനത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും സംസ്ഥാന മാധ്യമ അവാർഡുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമ്മാനിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകനും ചരിത്ര പുസ്തകങ്ങളുടെ രചയിതാവുമായ മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ് 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ 2021-22 വർഷങ്ങളിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടി. വികസിത ഭാരതത്തിനായി അടുത്ത 25 വർഷം മുന്നിൽ കണ്ടുള്ളതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. ലോകമെമ്പാടുമുള്ള പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ സർവീസസ് റെയിൽവേസുമായി ഏറ്റുമുട്ടുന്നു. രണ്ടാം സെമിയിൽ കേരളം പഞ്ചാബിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.